ഇന്നലെ നമ്മൾ നമ്പർ സീരീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ വേറൊരു തരം സീരീസ് ആണ് എടുക്കുന്നത്, അതായത് ആൽഫബറ്റ് സീരീസ്. അപ്പോൾ ആൽഫബറ്റ് സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചില കുട്ടികളെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടാവും. USS പരീക്ഷയ്ക്കൊന്നും കൂടുതൽ അങ്ങനെ ആൽഫബറ്റ് സീരീസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആൽഫബറ്റ് സീരീസിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ് 26 എണ്ണമുണ്ട്. ആ 26 സ്റ്റാർട്ടിങ് മുതലും എൻഡ് മുതലും അതിന് നമ്പർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എഴുതുന്നുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റുകളൊക്കെ ഒന്ന് എഴുതുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ എല്ലാവരും നോട്ട്ബുക്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ ഒന്ന് എഴുതുക, നിരത്തി ഒന്ന് എഴുതുക. ABCD എല്ലാവരും അവനവൻ്റെ നോട്ട്ബുക്കിൽ നിന്ന് എഴുതണേ. GHIJKLMNOPQRSTUVWXYZ എല്ലാ ആൽഫബറ്റുകളും ഒന്ന് നിരത്തി എഴുതുക. ഇനി രണ്ട് തരം നമ്പറുകൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. ഒന്ന് ഫ്രം ദ സ്റ്റാർട്ടിങ്, അതായത് സ്റ്റാർട്ടിങ് മുതൽ ഒരു നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾ അത് നോക്കിയാൽ മതി. ഇപ്പോൾ എൻഡ് മുതൽ അവിടുന്ന് ഇങ്ങോട്ടും നമ്പർ കൊടുക്കാറുണ്ട്, പക്ഷെ അത് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. ഇനി നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ നമ്പറുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഈ നമ്പറുകൾ നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. പല കുട്ടികളും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് എഴുതി വെച്ചിട്ട് ആ നമ്പറുകൾ നോക്കി നമ്മളുടെ ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് സമയം കളയുന്നൊരു ഏർപ്പാടാണ്. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം ഉത്തരം എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പറ്റില്ല. അപ്പോൾ ആദ്യത്തതൊക്കെ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ എയുടെ നമ്പർ 1 ആണ്, ബിയുടെ നമ്പർ 2 ആണ്, സിയുടെ നമ്പർ 3 ആണ്, 4 ആണ്, 5 ആണ്, 6. ഒരു 6 വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. 6 വരെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. A1 ഇത് നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഈ അക്ഷരമാല എഴുതി വെച്ച് നമ്പർ നോക്കി എടുത്തുകൊണ്ടൊന്നും ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്പീഡ് വളരെയധികം കുറയും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഓർത്ത് വെക്കാനുള്ള ചില ട്രിക്കുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രിക്ക് എല്ലാവരും എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ ഇജോട്ടി. ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. അതായത് ഇ എന്ന് പറയുന്നത് 5 ആണ്, ജെ എന്ന് പറയുന്നത് 10 ആണ്, ഒ എന്ന് പറയുന്നത് 15 ആണ്, ടി 20 ആണ്, വൈ 25 ആണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇജോട്ടി ഓർത്ത് വെച്ചാൽ മതി. ഇജോട്ടി ഇതൊരു ട്രിക്കാണ്. ഈ 5 ആണ്. അപ്പം നിങ്ങൾക്കറിയാം എഫ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇപ്പം നമ്മളുടെ അക്ഷരങ്ങൾ ഓരോന്നും അതിൻ്റെ തൊട്ടടുത്തുള്ളത് നോക്കുക. ഇപ്പം ജെ 10 ആണ്. ഇപ്പം ജെ കഴിഞ്ഞാൽ കെ 11 ആയിരിക്കും. ഒ 15 ആണ്, 15. അപ്പോൾ പി, ഒ കഴിഞ്ഞിട്ടുള്ള പി 16 ആയിരിക്കും. ക്യു 17 ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഇജോട്ടി. അപ്പോൾ 5, 10, 15, 20, 25 ഇത് ഓർത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അടുത്തുള്ളത് ഓർത്ത് വെക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് എത്രയാണെന്ന് നോക്കുകയാണ്. അപ്പോൾ വൈൻ്റെ തൊട്ട് ബാക്കിലായതുകൊണ്ട് ഇത് 24 ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ് ഒരു ടെക്നിക്ക്, ഇജോട്ടി. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക. ഇജോട്ടി എന്ന് എഴുതി വെക്കുക.
അത് കാണാതെ പഠിച്ചു വെക്കുക. ഇതാണ് ഒരു വഴി. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ഓരോന്നും നമ്മൾ പഠിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഓർത്ത് വെക്കാനുള്ള ചില സൂത്രങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ എഫ് വരെ നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഡി 4 ആണെന്നൊക്കെ അറിയാം, ഇ 5 ആണെന്നറിയാം, എഫ് 6 ആണെന്നറിയാം. ഇനി G7 ആണ്. നിങ്ങൾക്ക് G7 ഉച്ചകോടിയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് G7 ആരുടെയാണ്? സൗണ്ട് വരുന്നുണ്ടല്ലോ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെയ്യരുത്. എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. വളരെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിലൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കാണും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോഴും നമ്മളുടെ ആരോയോ മൈക്ക് മ്യൂട്ട്, നന്ദന 8N മ്യൂട്ട് ചെയ്യണം. എല്ലാവരും മ്യൂട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോവുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു G7 എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. G7. അപ്പം G7 ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ G7 ഉച്ചകോടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. G7 പിന്നെ കുറേ രാജ്യങ്ങളുടെ ഒരു ടീമാണ് G7. അതൊന്ന് ഓർത്ത് വെക്കുക. ജി കഴിഞ്ഞാൽ എച്ച് നിങ്ങൾക്കറിയാം, വളരെ എളുപ്പത്തിൽ ഇതിനെ 8 ആക്കി മാറ്റാൻ പറ്റും. GH എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാം, മുകളിലും താഴെയും 8 ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. അപ്പൊ H8, എച്ചിന്റെ നമ്പർ 8 ആണ്. ദെൻ ഐ എന്ന് പറയുന്നത് നമ്പർ 9 ആണ്. ഇവിടെ ഒരു ചെറിയ ഒരു എന്താ പറയുക, എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് 9 ആയി മാറും. ഐ എന്നുള്ളതിൻ്റെ നമ്പർ 9 ആണ് എന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എഫ് വരെ നിങ്ങൾ സാധാരണഗതിയിൽ ഓർത്ത് വെക്കുക. എഫ് വരെ ഓർത്ത് വെക്കുക, അത് നിങ്ങൾക്ക് മനസ്സിൽ പെട്ടെന്ന് നിൽക്കും. ഇനി G7 നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. G7 ഉച്ചകോടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സമ്മിറ്റ്, G7 സമ്മിറ്റ് കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതേപോലെ എച്ച് എന്ന് പറയുന്നത് 8 ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. അപ്പൊ H8. ഐ എന്ന് പറയുന്നത് ചെറിയൊരു എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുക്കുന്നു, അപ്പോൾ 9 ആയി മാറുന്നു. I9. ഓക്കെ, ഇനി ജെ എന്ന് പറയുന്നത് ജേഴ്സി 10, J10. ജേഴ്സി നിങ്ങൾക്കറിയാം, 10ാം നമ്പർ ജേഴ്സി കേട്ടിട്ടുണ്ടാവും. ഫുട്ബോൾ അറിയുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. 10ാം നമ്പർ ജേഴ്സി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം മെസ്സി പോലുള്ള വലിയ കളിക്കാരാണ് 10ാം നമ്പർ ജേഴ്സി ഇടുക. മറഡോണ, മെസ്സി, റൊണാൾഡോ അങ്ങനത്തെ ആളുകളായിരിക്കും 10ാം നമ്പർ ജേഴ്സി ഇടുക. അപ്പോൾ ജേഴ്സി 10, J10 എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി കെ, ചെറിയ ടെക്നിക്കാണ് പറയുന്നത്, നിങ്ങൾ അത് മനസ്സിൽ നിങ്ങളുടെ പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം J10 ആണ്. കെ എന്ന് പറയുന്നത് 11 ആണ്. നിങ്ങൾ കിളവൻ എന്ന് ഓർത്താൽ മതി. കിളവൻ, K11 കിളവൻ. ഓക്കെ, അപ്പോൾ കിളവൻ എന്ന് ഓർത്താൽ നിങ്ങൾക്ക് K11 കിട്ടും. കെ കഴിഞ്ഞാൽ എൽ ഓർത്ത് വെക്കാൻ പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നുമില്ല. 12 ആണ്, L12. ഓക്കെ, അപ്പോൾ K11 ആണെങ്കിൽ L12 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. G7, H8, I9, J10, ജേഴ്സി 10, K11 കിളവൻ, L12 L12 എന്നുള്ളത് പിന്നെ നിങ്ങൾ ആ കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഓർക്കുക, L12. ഇനി ആണ് എൽ കഴിഞ്ഞാൽ എം ആണ് നമ്മൾ എഴുതുന്നത്. ഇതൊന്ന് എഴുതിയെടുക്കുക. എമ്മിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് 3 ആക്കി മാറ്റാൻ എളുപ്പമുള്ളതാണ്. തിരിച്ചിട്ടാൽ 3 ആവും. ഇപ്പുറത്ത് ഒരു 1 കൊടുത്താൽ 13 ആവും. 13, M13 ആണ്. അപ്പോൾ എമ്മിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എമ്മിനെ നിങ്ങൾ തിരിച്ചെടുത്താൽ അത് 3 ആയി മാറും. അപ്പോൾ ഇപ്പുറത്തൊരു 1 കൂടെ കൊടുത്താൽ M13 ആണ്. ഓക്കെ, പിന്നെ എൻ അതിൻ്റെ തൊട്ടടുത്തുള്ളതായതുകൊണ്ട് 14. പ്രത്യേകിച്ച് സൂത്രങ്ങളൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഓക്കെ, MN. ഒ എന്ന് പറയുന്നത് 15 ആണ്. അതൊക്കെ എമ്മുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുക. M13 ആണെങ്കിൽ പിന്നെ NO 15. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് W
ഡബ്ല്യുവും 3 ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് 2 കൊടുത്താൽ മതി. അപ്പോൾ എമ്മും ഡബ്ല്യു നിങ്ങൾ ഓർക്കുക, എമ്മും ഡബ്ല്യു ഓർക്കുക. M13 ആണ്, W23 ആണ്. രണ്ടും 3 ആയിട്ട് തിരിച്ചിടാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇജോട്ടി നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. അപ്പോൾ T20 ആണ്. അപ്പോൾ എസ് എത്രയായിരിക്കും? അതിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് 19 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ നമ്പറുകൾ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു സൂത്രമുണ്ട്, ഇത് പഠിച്ചു വെക്കാനുള്ള ഒരു സൂത്രമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേരും നിങ്ങളുടെ വീട്ടുകാരുടെ പേരൊക്കെ എഴുതുക. ആദ്യം ഞാൻ എൻ്റെ പേര് എഴുതുകയാണ്, എല്ലാവരും നോക്കിക്കോ. ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ പേര് എഴുതി. അതിനുശേഷം ഞാൻ ഇതിൻ്റെ നമ്പറുകൾ ഓരോന്നും എഴുതുകയാണ്. എസ് എന്ന് പറഞ്ഞാൽ 19 ആണ്, A1 ആണ്, L 12 ആണ്, E 5 ആണ്, വീണ്ടും E 5 ആണ്, M 13 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുക. 13 1 20, 20 12 32, 32 5 37, 37 5 42, 42 13 55 ആണ് എൻ്റെ ഭാഗ്യ നമ്പർ. ഇതുപോലെ ഓരോരുത്തരും അവനവൻ്റെ ഭാഗ്യ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അക്ഷരങ്ങൾ, ആൽഫബറ്റ്സിൻ്റെ നമ്പറുകൾ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് പതിയും. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാളുകളുടെയും നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഈ അക്ഷരങ്ങളുടെയൊക്കെ നമ്പറുകൾ നിങ്ങളുടെ ബൈ ഹാർട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആൽഫബറ്റിൻ്റെ നമ്പേഴ്സ്. ഇനി നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കാം, എല്ലാവരും നോക്കുക. യെസ്, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൽഫബറ്റ് സീരീസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഇതൊരു സീരീസ് ആണ്, ACF-O. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ അക്ഷരമാല അല്ലെങ്കിൽ ആൽഫബറ്റ് എടുത്ത് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ നമ്മൾ വേഗം ഇതിനെ നമ്പർ സീരീസ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാം. ഇത് കുറച്ച് ടഫാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ എയുടെ നമ്പർ ഇതിൻ്റെ മുകളിൽ എഴുതുക, 1. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ചോദ്യം എഴുതണം. അതിനുശേഷം എയുടെ നമ്പർ എഴുതുക, 1. സി എന്ന് പറയുന്നത് 3 ആണ്. എഫിൻ്റെ നമ്പർ അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതുക. എഫ് എത്രയാ? ഞാൻ നേരത്തെ പറഞ്ഞു E 5 ആണ്, അപ്പോൾ F 6 ആണ്. ഇനി അടുത്തത് നമുക്കറിയില്ല, O നമുക്കറിയാം 15 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസുകൾ നോക്കുക. ഡിഫറൻസുകൾ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 2 ആണ് കൂട്ടിയിട്ടുള്ളത്, ഇവിടെ 3 ആണ് കൂട്ടിയിട്ടുള്ളത്, ഇവിടെ മിക്കവാറും 4 ആയിരിക്കും കൂട്ടേണ്ടി വരിക. അപ്പം 4 കൂട്ടുകയാണെങ്കിൽ ഇവിടെ 10 ആണ് വരിക. വീണ്ടും നിങ്ങൾ 5 കൂട്ടിയാൽ ശരിയാവുന്നുണ്ടോ നോക്കുക. കറക്റ്റാണ്. അപ്പം 10ാമത്തെ അക്ഷരം ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. 10ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് J ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ അക്ഷരങ്ങളുടെ മുകളിൽ അവരുടെ നമ്പർ എഴുതുക. ആ നമ്പറുകൾ ഓരോന്നും ഒരു സീരീസ് ആയിരിക്കും. ആ സീരീസിൽ നിന്ന് നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ. അടുത്ത ആൻസർ നിങ്ങളാണ് അയക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ എന്ന് നോക്കുക. റെഡി? ഓക്കെ, യെസ്, ശരി. അപ്പം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇനി ക്ലിയർ അല്ലാത്തവർ പേടിക്കണ്ട, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കൂ. ആൻസർ കിട്ടിയവർക്ക് ചാറ്റ് ബോക്സിൽ ആൻസർ അയക്കാം. RUXAD. കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളൊന്ന് ശ്രമിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എല്ലാവരും നമ്പറുകൾ അതിൻ്റെ മുകളിൽ എഴുതി നോക്കുക. ഓക്കെ, അർഷ അയച്ചിട്ടുണ്ട്, ഹനൂന അയച്ചിട്ടുണ്ട്, ലെന, ആയിഷ, റഫ്ന. ഓക്കെ,
ഫസ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും. ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്ക്രീനിൽ നോക്കണം. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം PQR അല്ലേ? O 15 P 16, Q 17, R 18. അപ്പോൾ നമ്പർ എഴുതി. STU ആണ് 21. ഓക്കെ. എക്സ് എന്ന് പറയുന്നത് 24. എ എന്ന് പറയുന്നത് 1. ഡി എന്ന് പറയുന്നത് 4. ഇനി ഇതിന്റെ ഡിഫറൻസുകൾ നോക്കുക. 18 3 21, 21 3 24, 24 3 1. എങ്ങനെ 24 3 1 ആവുക? 24 3 27 ആണ്. 27 ഇല്ലാത്തതുകൊണ്ട് 26 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ ഫസ്റ്റ് നമ്പർ എടുത്തു 1 ആണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ 1 + 3 4 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് 3 കൂട്ടേണ്ടി വരും. നിങ്ങൾക്ക് 7 ആണ് കിട്ടുക. 7 എന്ന് പറയുന്നത് G ആണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 3 കൂട്ടി കൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആൽഫബറ്റ് സീരീസ് എടുക്കുന്നു ആദ്യം. ആ ആൽഫബറ്റ് സീരീസിനെ നമ്പർ സീരീസിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് അക്ഷരം കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ എന്ന് നോക്കൂ. 7th നമ്പർ നമുക്ക് G ആണ് കിട്ടുക. ഒന്ന് കമന്റ് ചെയ്യുക. മനസ്സിലായോ ഇല്ലയോ? യെസ്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇനി അഥവാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണം. എന്നിട്ട് ഇതിൻ്റെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും നമ്പർ എഴുതി നോക്കൂ. ആദ്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ നമ്പർ മുകളിൽ എഴുതുക, എന്നിട്ട് 2 എണ്ണം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാൽ ഉടനെ ചാറ്റ് ബോക്സിൽ അയക്കുക. ആരാണ് ആദ്യം അയക്കുന്നത് ഞാൻ നോക്കാം. ആയിഷ റഫ്ന അയച്ചിട്ടുണ്ട്, ഹനൂന അയച്ചിട്ടുണ്ട്, അർഷ. അപ്പൊ ഇന്നും ഈ ചോദ്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും. നിങ്ങൾക്ക് ആൻസർ അയക്കാം. വൈകുന്നേരം ഒരു 9 മണിയാവുമ്പോൾ ഒന്നുകിൽ ഞാനോ ഷബ്ന ടീച്ചറോ നിങ്ങൾക്ക് അതിന്റെ ആൻസർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, കുറെ പേര് അയച്ചിട്ടുണ്ട്. റുഷ്ദ അയച്ചു, ദേവിക. നമ്മുടെ ക്ലാസ്സിൽ റിയൽമി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, പുതിയ പേരാണെന്ന് സംശയമുണ്ട് എനിക്ക്. സാധു, അക്ഷയ്, ആര്യനന്ദ, ഹൈഫ, വൈഗ വിനോദ്. ഓക്കെ, വൈഗ വിനോദ് നമ്പറാണ് അയച്ചത്. നമ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ അക്ഷരങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ശരി, ഞാൻ ചെയ്യാം. ടി എന്ന് പറയുന്നത് നമുക്കറിയാം 20 ആണ്. ആർ എന്ന് പറയുന്നത് 18 ആണ്. ഓ, ഇത് ബാക്ക്വേർഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സീരീസ് ആണ്. ഇത് 16 ആണ്, ഇത് 14 ആണ്, ഇത് 12 ആണ്. അപ്പൊ 10 ആയിരിക്കും, 8 ആയിരിക്കും. 10ാമത്തെ നമുക്കറിയാം ജെ ആണ്. ജേഴ്സി 10 നമുക്കറിയാം. എച്ച് എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പൊ JH ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ആൻസർ ബി ആണ്. ഓക്കെ, ക്ലിയർ. എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്, മിടുക്കന്മാരാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും വേഗം കണ്ടുപിടിക്കൂ. UBIPW അടുത്ത സീരീസ്. അപ്പൊ എല്ലാവരും ഇതിന്റെ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കണം. നമ്പേഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അര മിനിറ്റ് കൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയവർ അയച്ചോളൂ. ഇതുവരെ ആരും അയച്ചിട്ടില്ല. പലർക്കും കൺഫ്യൂഷൻ വന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ചിലർ അയച്ചു. ഹേമന്ത് അയച്ചു, മുഹമ്മദ് ജയീം അയച്ചു, റുഷ്ദ. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അയക്കൂ. നൂറിലൊക്കെ അയച്ചിട്ടുണ്ട്. ദെൻ ആയിഷ റഫ്ന അയച്ചു, ആദർശ് അയച്ചു, അമേയ, അർഷ എം, ശ്രീപാർവതി. ഓക്കെ, അമൻ, ഋഷികേശ്, അക്ഷയ്, ശ്രീഷ്മരാജ്, ദേവിക, ഹനൂന,
ആമി ആഫീസ്, ദെൻ ലെന, അനശ്വര. ഓക്കെ, ഞാൻ ചെയ്യുന്നുണ്ട്. ഉത്തരം കിട്ടിയവർക്കൊക്കെ കൺഗ്രാജുലേഷൻ. STU അല്ലേ, U 21 B 2 I 9 P 16 P O 15 P 16 OP 16. ഓക്കെ, W 20 നമ്മൾ നേരത്തെ പറഞ്ഞു 23. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് പറയാൻ പ്രയാസം ഉണ്ടാവും, അവിടെ നിൽക്കട്ടെ. ഇവിടെ 7, ഇവിടെയും 7, ഇവിടെയും 7. അപ്പൊ വീണ്ടും 7 വരിക. 23 7 30 വരിക. 30 എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അപ്പൊ 26 കഴിഞ്ഞിട്ട് 30 എന്ന് പറയുമ്പോൾ 4-മത്തെ ആയിരിക്കും. ഓക്കെ, അപ്പൊ 30 എന്ന് പറയുന്ന നമ്പർ ഇല്ലാത്തതുകൊണ്ട് അത് മിക്കവാറും 4 എന്ന് മനസ്സിലാക്കാം. 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് D ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഫസ്റ്റില് എങ്ങനെയാ 21 ഇവിടെ എത്ര കൂട്ടിയെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഈ 2 എന്ന് പറയുന്നത് 26 കഴിഞ്ഞിട്ടാണ്. അപ്പൊ 28 ആയിരിക്കും ഇത്. അപ്പൊ 28 എന്ന് പറയുമ്പോൾ 21-നോടുകൂടി 7 കൂട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആൽഫബറ്റ് സീരീസിൽ പെട്ടെന്ന് 1 2 വരുമ്പോൾ നിങ്ങൾ അത് 26-നോടുകൂടി കൂട്ടി ആലോചിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 30 കിട്ടേണ്ടത്, ശരിക്കും 30 കിട്ടേണ്ടത്. പക്ഷെ 30 ഇല്ലാത്തതുകൊണ്ട് 26 കഴിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ നമുക്ക് 4 അക്ഷരങ്ങളാണ് വരിക. അപ്പൊ D ആയിരിക്കും 4-മത്തെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A ഓപ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്, എല്ലാവരും അയച്ചോളൂ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ സീരീസിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ചെറിയ ചെറിയ ടെക്നിക്കുകൾ അവർ നമ്മളെ കൊടുക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ്. ഹനുവിന് അയച്ചു. ഓക്കെ, ഒരാൾ മാത്രമേ ഇതുവരെ അയച്ചിട്ടുള്ളൂ. ദെൻ ഹൈഫ, മുഹമ്മദ് സയീം, ശ്രീഷ്മ രാജ്, റുഷ്ദ, ദെൻ നൂറിലക്ക്, ലെന. സ്പീഡിൽ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളവർ പേടിക്കേണ്ട. അവർ വീട്ടിലിരുന്ന് ഇതേ ചോദ്യങ്ങൾ വീണ്ടും 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 ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് വർദ്ധിക്കും. ശിവാനി, സനിഹ, ദിയ രാജ്, ഋഷികേശ്. ഓക്കെ, ഞാൻ ചെയ്യാം. B എന്ന് പറയുന്നത് നമുക്കറിയാം 2, D 4, F 6, കളർ മാറുന്നുണ്ട്. ഓക്കെ, 6. I എന്ന് പറയുന്നത് 9, L 12, P 14. ഓക്കെ, ഇനി നമ്മളുടെ അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കുകയാണ്. ചില സ്ഥലത്ത് ഡിഫറൻസ് വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 2, ഇവിടെയും 2, പക്ഷെ ഇവിടെ 3, വീണ്ടും 3, വീണ്ടും 2. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇനിയും 2 പ്രാവശ്യം 2 വന്നു, 2 പ്രാവശ്യം 3 വന്നു, അങ്ങനെയാണ് വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വീണ്ടും 2 വരാനാണ് സാധ്യത. 2 പ്രാവശ്യം വന്നു, 3 2 പ്രാവശ്യം വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും 2 വരാനാണ് സാധ്യത. P കഴിഞ്ഞാൽ QR അല്ലേ? P 14, സോറി തെറ്റിയിട്ടുണ്ടോ? യെസ്, ഓക്കെ ഓക്കെ, ഞാൻ എഴുതിയ നമ്പറിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് MNOP, O കഴിഞ്ഞിട്ടാണ്. ഓക്കെ, 16. അപ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസം വരും. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ 9 3 കഴിഞ്ഞു. 3 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 4 കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 2 3 3 വീണ്ടും 4. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും ഒരു 4 വരാനാണ് സാധ്യത. അപ്പോൾ 20 ഉണ്ടോ എന്ന് നോക്കുക. 16 4 20. ഓക്കെ, അപ്പോൾ T ആണ് വരേണ്ടത്. ഇപ്പം 2 2 വന്നു, വീണ്ടും 2 3 വന്നു, പിന്നെ 2 4 വരുന്നു, ഇനി 2 5 ആയിരിക്കും അടുത്ത് വരിക. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഞാൻ പറഞ്ഞതിൽ ഓക്കെ അല്ലേ? T അല്ലേ വരിക?
എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. മനസ്സിലായോ? ടി കിട്ടിയത് മനസ്സിലായോ? നമ്മൾ ഡിഫറൻസ് നോക്കുന്നു. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ 2 ആഡ് ചെയ്തത്, പിന്നത്തെ രണ്ടെണ്ണത്തിൽ 3 ആഡ് ചെയ്തത്, പിന്നത്തെ രണ്ടെണ്ണത്തിലും ഇനി വരുന്നത് 4 ഓക്കെ, റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്, ഇവിടെ രണ്ട് സംഖ്യകൾ വരുന്നുണ്ട്. ഇതാണ് ചിലപ്പോൾ 2, 3 വരാനുള്ള സാധ്യതയുണ്ട്. എ ഐ ഇത് ആദ്യത്തത് ഈസിയാണ്. ABC കഴിഞ്ഞാൽ പിന്നെ D ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ, ആൻസർ അയച്ചോളൂ, പെട്ടെന്ന് അയച്ചോളൂ. ആൻസർ അയച്ചോളൂ. കുറെ പേര് അയച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്കറിയാം. ഓക്കെ, ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാവരും അയക്കുന്നതും ഫുൾ കറക്റ്റ് ആണ്. വളരെ ഈസിയാണ്. നോക്കുക, ABC, ഇനി അടുത്ത് D ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ IJKA കഴിഞ്ഞാലുള്ള നമ്പർ ആയിരിക്കും, അക്ഷരമായിരിക്കും DL. അപ്പൊ DL ആണ് ആൻസർ. നമ്മുടെ A ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, എന്നാൽ അടുത്ത് ചെയ്തോളൂ. ACF. ഓക്കെ, അപ്പം നമ്മൾ ഓക്കെ, കുറേ പേര് അയക്കുന്നുണ്ട്. JQ അയക്കുന്നവരുണ്ട്, IR അയക്കുന്നവരുണ്ട്, JP അയക്കുന്നവരുണ്ട്. പല ആൻസറുകളും വരുന്നുണ്ട്. ഓക്കെ, റിയൽമി C30. ഓക്കെ, ഞാൻ നോക്കാം. 1, 3, 6, ഇപ്പം 9 ആണ് വരിക. അപ്പോൾ I ആയിരിക്കും, നമുക്ക് മനസ്സിലായി. ഇനി Z26 X24, XYZ അല്ലേ, 24, U21. അപ്പോൾ എത്രയാ വരുന്നത്? STU U21, 24, 26. അപ്പോൾ 2 മൈനസ് ചെയ്തു, പിന്നെ 3 മൈനസ് ചെയ്തു, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 4 ആണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 17 അല്ലേ വരണ്ടേ? 17. തെറ്റിയിട്ടുണ്ടോ? XYZ, Z26, X24, U21. അപ്പോൾ ഇവിടെ 2 ആണ് മൈനസ് ചെയ്തത്, ഇവിടെ 3 ആണ് മൈനസ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 4 ആണ് മൈനസ് ചെയ്യുന്നത്. 4 മൈനസ് ചെയ്യുമ്പോൾ വരിക P16Q. പക്ഷേ ആ ആൻസർ ഇതിൽ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് J ആവാൻ സാധ്യതയില്ല, I ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, IQ എന്നാവാനാണ് സാധ്യത ഉള്ളത്. എന്തായാലും I ആണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ആൻസർ IQ ആയിരിക്കും. ഇതിൽ ചോദ്യത്തിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇനി വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വേറെ ആൻസർ I ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 1, 3, 6, 9 I. പിന്നെ Z26, X24, U21. അപ്പോൾ ആദ്യം 2 മൈനസ് ചെയ്തു, പിന്നെ 3 മൈനസ് ചെയ്തു, പിന്നെ 4 ആണ് ഓട്ടോമാറ്റിക്കായി മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് IQ ആണ്. പക്ഷെ IQ ഇതിലില്ല. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാം. IR ആവാൻ സാധ്യതയില്ല, കാരണം ആദ്യം 2 മൈനസ് ചെയ്തു, പിന്നെ 3 അല്ല മൈനസ് ചെയ്യുന്നത്, പിന്നെ അപ്പോൾ 4ലേക്ക് പോകണം. ഓക്കെ, ശരി, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. J വരുമോ? A. ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് വീണ്ടും പറയുന്നു, നോക്കട്ടെ.
നമ്മൾ ഐ എന്ന് പറയുന്നിടത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട്, നോക്കട്ടെ, ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം. ഇവിടെ 2, ഇവിടെ 3, ഓക്കെ സോറി, അപ്പോൾ ഇവിടെ 4 വരും അല്ലേ, സോറി 4 വരും. അപ്പോൾ ഇവിടെ 10 വരിക, അപ്പോൾ ജെ എന്ന് വരും. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 4 മൈനസ് ചെയ്യുമ്പോൾ 21 4 മൈനസ് ചെയ്താൽ 17 വരിക. 17ാമത്തെ ക്യൂ ആണ്. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യനിൽ തെറ്റില്ല, ജെ ക്യൂ തന്നെയാണ് ആൻസർ. ഓക്കെ, ജെ ക്യൂ തന്നെയാണ് ആൻസർ. 4 ആണ് നമ്മൾ കൂട്ടി പോകുന്നത്. ആ 1 + 2 3 ആയി, 4 ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് തിരുത്തിയിട്ടുണ്ട്. ജെ ക്യൂ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. ശരി, കുറേ പേര് ആൻസർ അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക്സ് ലേയ. ഓക്കെ, അടുത്തതിലേക്ക് ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. ഓക്കെ, ശരി, 1-2 ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കിയാൽ മതി. 7 മണി കഴിഞ്ഞു. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചോദ്യം. തൽക്കാലം നമ്മളിപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ട് തരും, എല്ലാവരും ശ്രദ്ധിക്കുക, ഗ്രൂപ്പിലിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ഗ്രൂപ്പിലിട്ടാൽ മതി. ഇപ്പം തന്നെ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് സ്ഥിതി, പറയൂ. ഇന്ന് എടുത്ത കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്ന് പറയൂ. ഓക്കെ. അപ്പോ ഇന്ന് തരുന്ന ചോദ്യങ്ങള് നന്നായിട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ സ്കൂളില്ലാത്ത ദിവസമായിരിക്കും ഇതുപോലെ ക്ലാസ് ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ എടുക്കാം, ഒരു 9 മണിക്കൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഇനിയിപ്പോ അടുത്ത ശനിയോ ഞായറോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ക്ലാസ്. പിന്നെ സ്കൂളിലെ ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്താണ് നമ്മൾ എടുക്കുക. അപ്പൊ മെന്റൽ എബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ മാത്സ് ചോദ്യങ്ങളും ഇതേപോലെ ചെയ്യുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഒരുപാട് ടൈം ഉണ്ടായി കഴിഞ്ഞാൽ ക്ലാസ് ബോറായിരിക്കും. കുറച്ച് സമയം എടുക്കുള്ളൂ, അത് നന്നായിട്ട് പഠിക്കാം. ഇനി നമ്മൾ ഈ ചോദ്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും, നിങ്ങൾ വീണ്ടും ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ക്ലാസ്സിന് വരാൻ പറ്റാത്ത കുട്ടികൾ വീഡിയോ കാണുക. ഇനി ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഭാഗം മാത്രം എടുത്ത് കാണുക. ഓക്കെ, ശരി, അപ്പോൾ ബൈ.